ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഫ്രീ അഡോപ്ഷൻ ആയിട്ട് കുറച്ച് പപ്പീസാണ്. ഒരുപാട് ആൾക്കാർ നമ്മളോട് കമന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ചോദിച്ചും ചെയ്യുന്നത് അഡോപ്ഷൻ ആയിട്ട് പപ്പീസൊക്കെ ഉണ്ടോന്നൊക്കെ. നമ്മളിൽ ഇപ്പോൾ കുറച്ചധികം പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ ജില്ലകളിൽ നിന്നുള്ള പപ്പീസൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളെ എത്തിയെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് കുറച്ച് പപ്പീസാണ്. നമ്മൾ ഈ കാണുന്ന പപ്പീസിന്റെ ഒക്കെ പ്രായം ഇന്നത്തേക്ക് 41 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ 5 പപ്പീസ് ഉണ്ട് അഡോപ്ഷൻ ആയിട്ട്. അതിലൊരു മെയിൽ പപ്പിയും ബാക്കിയുള്ള 4 ഫീമെയിൽ പപ്പീസും ആണ്. പപ്പീസ് എല്ലാം കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എറണാകുളം എടപ്പള്ളിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന പപ്പീസിനൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം നിങ്ങൾ പെട്ടെന്ന് അവരുമായി ബന്ധപ്പെട്ട് നോക്കുക. നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, എല്ലാവരും തന്നെ പപ്പീസിനൊക്കെ നേരിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പപ്പീസിനൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്തായിട്ടും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ 5 പപ്പീസും കൂടി അഡോപ്ഷനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ 24 ദിവസം പ്രായം വരുന്ന 4 ഫീമെയിൽ പപ്പീസും ഒരു മെയിൽ പപ്പിയാണ് നമ്മുടെ അടുത്ത് എത്തിയത്. നമ്മുടെ ഈ പപ്പീസിനൊക്കെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലാണ്. കറുത്ത ലൊക്കേഷൻ സ്ക്രീനിൽ. നമ്മുടെ ഈ പപ്പീസിനൊന്നും ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല. താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് 2 കിറ്റൻസ് ആണ് എത്തിയത്. നമ്മൾ ഈ കാണുന്ന 2 ഫീമെയിൽ ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ കാണുന്ന 2 കിറ്റൻസിന്റെ പ്രായം 2 മാസം ആയിട്ടുണ്ട്. ഇത് രണ്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ആരെങ്കിലും നാടൻ പൂച്ചേനെയൊക്കെ വളർത്താൻ താല്പര്യം അവരുമായി ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല. താല്പര്യം ഒരു നേരിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓൾറെഡി ബുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള 3 പപ്പീസും ഫീമെയിൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല. ഇപ്പോൾ താല്പര്യം ആൾക്കാരെ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് വെക്കുക. അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഒരു കോൺടാക്ട് ആക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മളൊരു ഗംഭീര വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും ആ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് കുറച്ച് പപ്പീസും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 4 പപ്പീസും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നാടൻ പപ്പീസ് നമ്മുടെ അടുത്ത് എത്തിയെന്ന് പറയുമ്പോൾ ഈ പപ്പീസെല്ലാം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ്. അപ്പോൾ ടോട്ടലായിട്ട് 4 പപ്പീസ് മാത്രമേ ഉള്ളൂ. 4 ഫീമെയിൽ പപ്പീസാണ്. നമ്മൾ ഈ കാണുന്ന പപ്പീസിൻ്റെയൊക്കെ പ്രായം ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്താണ് ഈ പപ്പീസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ തൃപ്പൂണിത്തറയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജില്ലയിൽ നിന്നൊക്കെ ആരെങ്കിലും പപ്പീസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവരുമായി പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക. അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പെറ്റ് ലവേഴ്സിനും ഒരു ഭയങ്കര താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഗംഭീര വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.